ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഉള്ളത്. ഷിജോ കുര്യൻ, ഷിജോ നിൽക്കുന്ന സ്ഥലത്ത് മന്ത്രിയുടെ വസതിയാണുള്ളത്. അവിടെയാണ് ഈ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യമുള്ളത്. പോലീസ് 5 തവണ അവിടെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്നും? അജി, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് BJP പ്രവർത്തകർ പോയിട്ടുള്ളത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ മന്ത്രി ഔദ്യോഗിക നടത്തിയ മാർച്ചിൽ 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോക്കാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെ ഇതിനോടകം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലും മന്ത്രിയുടെ ഓഫീസിന് മുമ്പിലും വിവിധ കേന്ദ്രങ്ങളിലും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന് സമീപം BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇപ്പോൾ 6ാം തവണയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഷിജോ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം. വലിയ പ്രതിഷേധം തിരുവനന്തപുരത്ത് 6ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 6 തവണയും ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അതിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഷിജോ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, 6 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു, എന്നിട്ടും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ഇവർ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ.